നല്ല ഗോൾഡൻ കളറിലെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ വെള്ളയപ്പവും കൂടെ മുട്ടക്കറിയും, മുട്ട തിളപ്പിച്ചതാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ മനോഹരമായ രീതിയിൽ വെള്ളയപ്പം ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് 1/2 കിലോ വറുത്തെടുത്ത നൈസായ അരിപ്പൊടിയാണ്. ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ആദ്യം നമുക്കൊരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി മാറ്റി വെക്കണം. അതായത് ഇതുപോലെ 1/4 കപ്പ് എടുക്കുക. കൂടുതലൊന്നും വേണ്ട, കറക്റ്റ് ലെവലിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്തെടുക്കുക. ആ ഫില്ലും കൂടി ഒന്ന് ഫിൽ ചെയ്ത ശേഷം ലെവൽ ചെയ്ത് നേരെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റി വെക്കണം. 1/4 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം വേണം. ആദ്യം ഇത് 1/2 കപ്പാണ് ചേർക്കുന്നു. അതുപോലെ വീണ്ടും 1/2 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം മാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ചെടുത്താൽ മതി. ഇതുപോലെ നല്ല കറക്റ്റായി ഇട്ടിട്ടുണ്ട്. ഈ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. പെട്ടെന്നാവുമ്പോൾ തീ കൂട്ടി വെക്കണ്ട, പതിയെ മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഈ വെള്ളം മുഴുവൻ വന്ന് വറ്റി കിട്ടിക്കോട്ടെ. ഏകദേശം ആയി വരുന്നുണ്ട്. ഇതൊന്ന് മുഴുവൻ വറ്റി വന്നതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഒന്ന് വറ്റി കിട്ടാനുണ്ട്. ഇത്രയും മാത്രം ആയാൽ മതി. ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂടാറി വരുമ്പോൾ നമ്മൾ നേരെ ആ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തലപ്പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 കപ്പ് രണ്ടാമത്തെ പാൽ ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ പാൽ, 3 കപ്പ് 750 ml വെള്ളമാണ് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ ചേർത്ത പഞ്ചസാരയാണ്. 4 ടേബിൾ സ്പൂൺ ഉണ്ട്. മധുരം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് 1/4 ടീസ്പൂൺ മാത്രം മതി. ഇനി ഇതുപോലെ മിക്സ് ചെയ്യണം. സാധാരണ ആളുകൾ ചിലപ്പോൾ പച്ചവെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് തേങ്ങാപ്പാലിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാം. പക്ഷേ തേങ്ങാപ്പാലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത്. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വലിയ പാത്രത്തിൽ മാറ്റും. കാരണം നമുക്കിതൊന്ന് പൊന്തി വരും. അതുകൊണ്ടാണ് വലിയ പാത്രം മാറ്റുന്നത്. നമ്മൾ മിക്സ് ചെയ്തിട്ട് മിക്സിയിലടിച്ചാൽ മാത്രമേ ഇതുപോലെ ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഇന്ന് നമുക്കൊരു 8 മുതൽ 8 മണിക്കൂർ മാറ്റി വെക്കണം. ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടി നമ്മൾ അതിന് മുമ്പ് ഇതുപോലെ കൈ ഉപയോഗിച്ച്, കാരണം നമ്മുടെ കൈ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്താലും അവസാനം കഴുകി ക്ലീനാക്കിയ കൈ ഇതുപോലെ ഒരു 2 മിനിറ്റോളം നമ്മളത് മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി വെക്കുക. ഇതിപ്പോൾ 6 മണിക്കൂറായപ്പോഴേക്കും നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് അതനുസരിച്ച് ലെവൽ ചെയ്യാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ല ബബിൾസ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. തണുപ്പ് പ്രദേശമാണെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. ഇത് ചൂട് ക്ലൈമറ്റിൽ നമുക്ക് എനിക്ക് 6 മണിക്കൂർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇതുപോലെ നമ്മൾ മുകളിൽ കാണുന്ന ബബിൾസ് ഉള്ള സ്പോഞ്ച് പോലത്തെ മാവ് ആദ്യം എടുത്തിട്ട് അതാണ് നമ്മൾ പാനിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ആദ്യം ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിം മാത്രം മതി. വെള്ളം ഒഴിക്കുക. വെള്ളം വറ്റി കഴിയുമ്പോൾ ഇതുപോലെ ഒഴിക്കുക 1 കപ്പ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചുറ്റിച്ചെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ വെള്ളപ്പം ചുറ്റിച്ചെടുക്കേണ്ടത്. ചില ചെയ്യാറുണ്ട് ഇങ്ങനെ ആ കാതിൽ പിടിച്ചിട്ട് ചട്ടിയോട് കൂടെ ചുറ്റിക്കാറുണ്ട്. അതിനേക്കാൾ നല്ലത് ഈ ഒരു രീതിയാണ്. മൂടി വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായ രീതിയിൽ ഗോൾഡൻ കളറിലുള്ള വെള്ളയപ്പം തയ്യാറായിട്ടുണ്ട്. അല്പം സമയമെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വേഗം ചെയ്ത് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഈ ഗോൾഡൻ കളറൊന്നും കിട്ടുന്നില്ല. അല്പം സമയമെടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, നല്ല ഭംഗിയെ കാണാൻ വേണ്ടി പണ്ട് കാലത്ത് ചായക്കടയിൽ കാണുന്ന പോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് വേറെ ഒരെണ്ണം കാണിച്ചു തരാം. വെള്ളയപ്പം ഇതാണ് ആരംഭത്തിൽ കാണിച്ച് നല്ല മനോഹരമായ രീതിയിൽ ഗോൾഡൻ കളറിൽ നമ്മൾ ഏത് മസാല ദോശ ആയിരുന്നാലും വെള്ളയപ്പം ആയിരുന്നു പെട്ടെന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഭംഗി കിട്ടില്ല. സമയമെടുത്ത് ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡിഷാണ് വെള്ളയപ്പം. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻസ് ഒരുപാടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് മുട്ടക്കറിയാണ്. മുട്ട തിളപ്പിച്ചതാണ്. ഈ കറി തന്നെ നല്ല രസമാണ്. മുട്ട തിളപ്പിച്ചത് വെള്ളയപ്പവും
അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക. അടുത്ത വീഡിയോ ഈ മുട്ട തിളപ്പിക്കുന്ന വീഡിയോ ആണ്. അതുകൂടെ എല്ലാവരും കാണുക, ചെയ്ത് നോക്കുക.